മഴയാണ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കേരളമെമ്പാടും മഴയാണ്. ആലപ്പുഴയിൽ ഇന്ന് ഉച്ചതിരിഞ്ഞപ്പോൾ മുതൽ പേമാരി കണക്കെ പെയ്തിറങ്ങുന്ന മഴയുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മണിക്കൂറുകൾ നനഞ്ഞു നിൽക്കുകയാണ് VS-ന്റെ സഖാക്കൾ. അദ്ദേഹം യാത്ര പറഞ്ഞു പോകുന്ന രാത്രി തങ്ങൾക്ക് നനയാനുള്ളതാണ് എന്നവർക്ക് അറിയുന്നതാണ്. അങ്ങനെ എന്തെന്തൊക്കെ പ്രതിസന്ധികളെ അതിജീവിച്ച് തങ്ങളെ മുന്നോട്ട് നയിച്ചിട്ടുള്ള നേതാവാണ്. അവിടെ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് അദ്ദേഹം എല്ലാ കാലവും ആവേശഭരിതനായ അതേ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവരവിടെ അണിചേരുകയാണ്. റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് വലിയ ചുടുകാട്ടിലേക്ക് ഉള്ള യാത്രയും VS തുടങ്ങുകയാണ്. അനന്തകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, ഇനി വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ VS-നെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അവിടേക്കും എത്തുകയാണ്. റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് ഇതുവരെ നമ്മൾ കണ്ടതുപോലെ VS-ന്റെ വാഹനത്തെ അകമ്പടി സേവിച്ച ആയിരങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ നിന്ന് ആ വാഹനം പുറപ്പെടുകയാണ്. അനന്തൻ, VS-നെ വഹിച്ചുകൊണ്ട് വിലാപയാത്ര ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി എത്ര സമയത്തിനുള്ളിൽ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്? എന്തൊക്കെയാണ് അവിടുത്തെ തയ്യാറെടുപ്പുകൾ? മഴയ്ക്കുമേൽ ചരിത്ര പുരുഷ മടങ്ങി വരൂ എന്ന് പറയാൻ മാത്രമേ VS-നെ സ്നേഹിക്കുന്നവർക്ക് കഴിയുന്നുള്ളൂ. നമ്മളുടെ മുൻ മുഖ്യമന്ത്രി, 1.5 പതിറ്റാണ്ടോളം പ്രതിപക്ഷ നേതാവായിരുന്ന ആ മഹാൻ, ഒരു 100 വർഷം സമരസജ്ജമായിരുന്ന ആ പോരാളി ഇതാ മടങ്ങുകയാണ്, എന്നേക്കുമായി മടങ്ങുകയാണ്. അല്പസമയത്തിനകം വലിയ ചുടുകാടിലേക്ക് VS-ന്റെ ഭൗതിക ശരീരം കൊണ്ടുവരും. പിന്നീട് ചിത, അഗ്നി അത് ഏറ്റുവാങ്ങും. അതോടുകൂടി നമ്മളുടെ VS എന്നേക്കുമായി ദീപ്തമായൊരു സ്മരണയായി മാറും. ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് അനേകായിരങ്ങൾ വലിയ ചുടുകാടിന് മുന്നിൽ. ഒരുപാട് ആൾക്കാരാണ് ഇവിടേക്ക് ഇപ്പോഴും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള VS-നെ സ്നേഹിക്കുന്ന, VS-ന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ ഈ വലിയ ചുടുകാടിന് മുന്നിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കോരിച്ചൊരിയുന്ന മഴയാണ്. പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് ഏതാണ്ട് 2-2.5 കിലോമീറ്റർ മാത്രമേ ഈ വലിയ ചുടുകാടിലേക്ക് ദൂരമുള്ളൂ. എങ്കിലും അതിനൊരു 200 മൈലിൻ്റെയെങ്കിലും ദൂരമുണ്ടാകും. കാരണം അത്രമേൽ ആൾക്കാർ VS-നൊപ്പം ആ ഒരു വിലാപയാത്രയ്ക്കൊപ്പം അണിചേരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എത്രത്തോളം VS-ന് അഭിവാദ്യം അർപ്പിക്കാമോ അത്രത്തോളം. കാരണം ഇനി അവർക്ക് VS-നെ നോക്കി, VS-ന്റെ മുഖത്തേക്ക് നോക്കി കണ്ണേ കരളെ VS-എ എന്ന് വിളിക്കാൻ കഴിയില്ല. അതവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ വന്ന മനുഷ്യർ, ഇന്ന് രാവിലെ മുതൽ ആലപ്പുഴയിലേക്ക് വന്ന മനുഷ്യരൊന്നും മടങ്ങിപ്പോകാതെ ആ അവസാന നിമിഷത്തിൽ VS ചിതയിലേക്ക്, അഗ്നിയിലേക്ക് അമരുന്ന നിമിഷത്തിൽ പോലും ഉറക്കെ VS-ന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ഈ മനുഷ്യർ കാത്തു നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ വലിയൊരു ജനസഞ്ചയമുണ്ട്. കോരിച്ചൊരിയുന്ന മഴ പെയ്യുന്നു. വലിയ ചുടുകാടിൻ്റെ ഗേറ്റിന് മുന്നിൽ നിറയെ ജനങ്ങളാണ്. അവിടെ നിന്ന് മന്ത്രി സജി ചെറിയാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ആ വിലാപയാത്ര വലിയ ചുടുകാടിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ടത് എന്ന് പ്രിയ സഖാക്കൾക്ക് സജി ചെറിയാൻ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതെല്ലാം അവർ അനുസരണയോടെ സ്വീകരിക്കുന്നുണ്ട്. നേരത്തെ ഈ വന്ന ജനങ്ങളെല്ലാം വലിയ ചുടുകാടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലായിരുന്നു. അവിടെ VS-നെ ചിതയൊരുക്കിയിരിക്കുന്നത് കാണാനും അവിടെ രക്തസാക്ഷി മണ്ഡപത്തിൽ അഭിവാദ്യമർപ്പിക്കാനും ഒക്കെ ആയിരങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അവിടെ പ്രത്യേക പന്തലൊരുക്കിയിട്ടുണ്ട്, കസേരകൾ അണിനിരത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പ്രമുഖ നേതാക്കൾക്കും മാത്രമാണ് അവിടേക്ക് പ്രവേശനമുള്ളത്. കാരണം സ്ഥലം പരിമിതമാണ്. ആ പരിമിതമായ സ്ഥലത്തിനുള്ളിൽ നിന്നുകൊണ്ട് വേണം VS-ന്റെ പ്രൗഢമായ ആ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാൻ. അപ്പോൾ അവിടെയുള്ള VS-നെ കാണാൻ വേണ്ടി വന്നവരെയെല്ലാം പുറത്തേക്ക് നിർത്തി ആ മതിൽക്കെട്ടിന് പുറത്താക്കിയിട്ടുണ്ട്. കുറേയേറെ പേർ മതിൽക്കെട്ടിന് മുകളിൽ കയറി ഇരിക്കുന്നുമുണ്ട്. പക്ഷേ അവർ ഒരു സാഗരം പോലെ ഇവിടെ അലയടിക്കുമ്പോൾ, VS കടന്നു വരുമ്പോൾ, VS-ന്റെ ആ വിലാപയാത്ര കടന്നു വരുമ്പോൾ, ആ ഭൗതിക ശരീരം അകത്തേക്ക് വരുമ്പോൾ ആ സാഗരം രണ്ടായി പിളർന്നു മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവർ കണ്ടു കഴിഞ്ഞതാണ് VS-നെ. ശരി, അനന്തനിലേക്ക് തിരികെ വരാം. അനന്തൻ പറഞ്ഞതുപോലെ വലിയ ജനസഞ്ചയം അവിടെയും രൂപപ്പെട്ടിട്ടുണ്ട്. അഭിലാഷ് മോഹൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ്, നമുക്കൊരു സങ്കട സാഗരം കാണാൻ കഴിയും. ഓർമ്മയുടെ വലിയ തീച്ചൂളയാണ് വലിയ ചുടുകാട് എന്ന് പറയുന്നത്. അവിടേക്ക് VS അച്യുതാനന്ദൻ വരികയാണ്. അവിടേക്ക് വരേണ്ടയാളാണ്. അവിടേക്കാണ് VS അച്യുതാനന്ദൻ വരേണ്ടത്. അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഓർമ്മകൾ അവിടെ അനവധിയുണ്ട്. അദ്ദേഹത്തിന്റെ കൈപിടിച്ച് നടന്ന സഖാക്കൾ അവിടെ അന്ത്യനിദ്ര പുൽക്കുന്നുണ്ട്. അവർക്കിടയിലാണ് VS അച്യുതാനന്ദന്റെ സ്ഥാനം. വിപ്ലവ സൂര്യൻ എന്ന് കേരളം വിളിച്ച നേതാവ്, ഒരു വലിയ ഓർമ്മകളുടെ, വലിയ ത്യാഗനിർഭരമായ സമരത്തിൻ്റെ ഓർമ്മയിലേക്ക് ലയിച്ചു ചേരേണ്ടയാളാണ്. വലിയ ചുടുകാട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട്. റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് അഭിലാഷ് അല്പസമയത്തിനകം തന്നെ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ VS അച്യുതാനന്ദനെ. തീർച്ചയായിട്ടും തിങ്ങി വിങ്ങി പെയ്യുകയാണ് മഴ. പ്രകൃതിയും കണ്ണീർ പൊഴിക്കുന്നത് പോലെ
വലിയ ചുടുകാട്ടിലേക്ക് പ്രിയപ്പെട്ട സഖാവ് VS അച്യുതാനന്ദൻ എത്തുമ്പോൾ മാനവും മനുഷ്യരുടെ കണ്ണും ഒരുപോലെ നമുക്ക് പെയ്യുന്നത് കാണാം. ഈ പെയ്യൽ അത് വലിയ ഹൃദയവേദന, വലിയ ഹൃദയഭാരം ഈ അനേക മനുഷ്യർക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ മന്ത്രിമാരുടെ വാഹനങ്ങൾ ഓരോന്നോരോന്നായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു വലിയ ചുടുകാട് പരിസരത്തേക്ക്. ഇവിടെ മന്ത്രിമാർക്കും നേതാക്കൾക്കും മാത്രമേ ചുടുകാടിനകത്തേക്ക് പ്രവേശനമുള്ളൂ. പാർട്ടി പ്രവർത്തകർക്കോ മറ്റുള്ളവർക്കോ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. ഈ കനത്ത മഴയിൽ നേരത്തെ ആലോചിച്ചിരുന്നത് VSന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കാൽനടയായി വേണം എന്നുള്ളതായിരുന്നു. അതായത് CPIMന്റെ DC ഓഫീസ് ഇരിക്കുന്ന തിരുവമ്പാടി ജംഗ്ഷൻ മുതൽ ചുടുകാട് വരെ കാൽനടയായി നേതാക്കൾ നടക്കാൻ ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാണ്, അതുണ്ടാവില്ല. നേതാക്കൾ, മന്ത്രിമാരടക്കമുള്ള നേതാക്കൾ ചുടുകാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി പ്രിയപ്പെട്ട സഖാവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 2.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ ബീച്ചും ഈ ചുടുകാടും തമ്മിൽ. ഇനി VSനെ കാത്തിരിക്കുകയാണ് മനുഷ്യർ. കാലം സാക്ഷി, ചരിത്രം സാക്ഷി, രണാങ്കണത്തിലെ രക്തം സാക്ഷി എന്ന് ആർത്ത് വിളിക്കുന്ന, മുദ്രാവാക്യം വിളിക്കുന്ന മനുഷ്യർ. അവരുടെ കണ്ണ് തോരുന്നില്ല, പ്രകൃതി തോരാത്തതുപോലെ ആ മനുഷ്യരുടെ കണ്ണ് തോരുന്നില്ല. അവരുടെ ഹൃദയങ്ങളും പെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയവരാണ് അവർ കണ്ടു കഴിഞ്ഞു. ഇനി VS ചരിത്രമാകുന്ന ആ നിമിഷം ഹൃദയഭാരത്തോടുകൂടി അവർ കാത്തിരിക്കുകയാണ്. ഇവിടെ ക്രമീകരണങ്ങൾ നിയന്ത്രിക്കുന്നത് മന്ത്രി സജി ചെറിയാനാണ്. അദ്ദേഹം ഇപ്പോൾ അനൗൺസ് ചെയ്യുകയാണ് മന്ത്രിമാർക്കും നേതാക്കൾക്കും, അതായത് ചുടുകാട്ടിലേക്ക് പ്രവേശനം അനുവദിക്കപ്പെട്ട നേതാക്കൾക്ക് അവിടേക്ക് കടന്നു വരാനുള്ള വഴി ഒരുക്കണമെന്നാണ് ഇപ്പോൾ സജി ചെറിയാൻ അനൗൺസ് ചെയ്യുന്നത്. പ്രവർത്തകർ 2 ഭാഗത്തേക്കുമായി മാറി നിൽക്കുന്നുണ്ട്. പ്രവർത്തകർക്കാർക്കും അകത്തേക്ക് കയറാനുള്ള സാഹചര്യമില്ല. കാരണം ചെറിയ പ്രദേശം മാത്രമാണ് വലിയ ചുടുകാട്. ഇനി വലിയ ചുടുകാടിന്റെ ഗാഥകൾ എഴുതുമ്പോൾ പുന്നപ്ര വയലാറിന്റെ ഗാഥകളിൽ ഇപ്പോൾ തന്നെ VS അച്യുതാനന്ദനുണ്ട്. വലിയ ചുടുകാട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ചരിത്ര ഐക്കണാണ്. ആ ചരിത്രം എഴുതുമ്പോൾ ഇനി VS അച്യുതാനന്ദന്റെ പേര് കൂടി ഉണ്ടാകും. പുന്നപ്ര വയലാർ സമരസ്തൂപത്തിൽ കൊത്തിവെക്കപ്പെട്ട അനേകം പേരുകളുണ്ട്. പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ, പിന്നെ P കൃഷ്ണപിള്ള, TV തോമസ്, R സുഗതൻ, ജോർജ് ചടയമുറി തുടങ്ങി അങ്ങോട്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ വലിയ പട്ടിക ആ സ്തൂപത്തിൽ കാണാം. ആ സ്തൂപത്തിൽ ഒരു പേര് കൂടി ചേർക്കപ്പെടുകയാണ്. പുന്നപ്ര വയലാർ രണഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന സ്തൂപത്തിൽ ഒരു പേര് കൂടി ചേർക്കപ്പെടുകയാണ്. VS അച്യുതാനന്ദന്റെ പേര് കൂടി ചേർക്കപ്പെടുകയാണ്. വലിയ ചുടുകാട് പ്രിയപ്പെട്ട സഖാവിനെ, പുന്നപ്ര വയലാറിന്റെ വീരനായകനെ കാത്തിരിക്കുകയാണ്. അവശേഷിച്ച അവസാനത്തെ കുന്തക്കാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട VS അച്യുതാനന്ദനെ ഇപ്പോൾ ചുടുകാട് കാത്തിരിക്കുകയാണ്.